വെൽക്കം ടു എപ്പിസോഡ് 7 ഓഫ് ക്രോഷ്യ ബേസിക്സ്. ഇന്ന് നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യുന്ന മേലെ എങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാന്നുള്ളത് പഠിക്കാട്ടോ. ഇതാണ് സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ തമ്മിലുള്ള സൈസ് ഡിഫറൻസ്. സോ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഫൗണ്ടേഷൻ ചെയിൻ ഉണ്ടാക്കുക. ഈ ലൂപ്പ് ഇരിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റിച്ച്, അതിന്റെ താഴെയുള്ളത് സെക്കൻഡ് സ്റ്റിച്ച്, അടുത്തത് തേർഡ് സ്റ്റിച്ച്. ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ ഫോർത്ത് ചെയിൻ സ്റ്റിച്ചിലായിരുന്നു ഇൻസേർട്ട് ചെയ്തത്. ഹാഫ് ഡബിൾ ക്രോഷ്യനെക്കാട്ടും സൈസ് കുറഞ്ഞതുകൊണ്ട് നമ്മൾ തേർഡ് സ്റ്റിച്ചിലാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ യാൺ ഓവർ ചെയ്തിട്ട് തേർഡ് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ആ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ തന്നെ പുൾ ത്രൂ ചെയ്യുക. അപ്പൊ നമ്മുടെ ഹൂക്കില് 3 ലൂപ്പ് കിട്ടും. ഇനി വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പിന്റെയും അകത്ത് കൂടെ പുറത്തേക്ക് എടുക്കുക. ഒന്നുകൂടെ കാണിച്ചുതരാം. ആദ്യം നമ്മൾ യാൺ ഓവർ ചെയ്യാം, എന്നിട്ട് നമ്മുടെ ചെയിൻ സ്റ്റിച്ചിന്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് അതിന്റെ ഉള്ളിൽ കൂടെ തന്നെ പുറത്തെടുക്കുക. അപ്പൊ നമുക്ക് 3 ലൂപ്പ് കിട്ടും. ഇനി വീണ്ടും യാൺ ഓവർ ചെയ്ത് 3ന്റെയും ഉള്ളിൽ കൂടെ പുറത്തെടുക്കുക. നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് വിട്ടിട്ട് മൂന്നാമത്തേലാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതല്ലേ. ഏകദേശം 2 ചെയിൻ സ്റ്റിച്ചിന്റെ ഹൈറ്റ് ആണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യക്ക് ഉണ്ടാവുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.